നമസ്കാരം. MRS വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അശ്വിനി കെ. പ്രധാന വാർത്തകൾ. MRS മികവുകൾ വിലയിരുത്താൻ പത്തനംതിട്ടയിൽ നിന്നും SSA സംഘം. മികവുകൾ തങ്ങളുടെ സ്കൂളുകളിൽ നടപ്പാക്കുമെന്നും മറ്റു സ്കൂളുമായി പങ്കുവയ്ക്കുമെന്നും സംഘം. ഉദ്ഘാടനം കഴിഞ്ഞ് 2 വർഷം കഴിയുമ്പോഴേക്കും MRSൽ ടൈൽസുകൾ ഇളകി തുടങ്ങി. നിർമ്മാണത്തിലെ അപാകതയെന്ന് കുട്ടികൾ. സബ് ജില്ലാ സ്കൂൾ കലോത്സവം, കായികമേള, പ്രവൃത്തി പരിചയമേള എന്നിവയ്ക്ക് തിരക്കിട്ട ഒരുക്കങ്ങൾ. കായികമേളയിൽ പങ്കെടുക്കാൻ ജേഴ്സിയും സ്പൈക്കും. വാർത്തകൾ വിശദമായി. MRSലെ പഠന പ്രവർത്തനങ്ങൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കുന്നതിനായി സംസ്ഥാനതല SSA സംഘം സ്കൂൾ സന്ദർശിച്ചു. പത്തനംതിട്ടയിലെ SSA സംഘമാണ് MRSന്റെ പഠന പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ എത്തിയത്. വിവിധ സ്കൂളുകളിലെ 3 പ്രധാനാധ്യാപകരാണ് വ്യാഴാഴ്ച സ്കൂളിലെത്തിയത്. സ്കൂളിലെ ഓരോ പ്രവർത്തനവും വളരെ കൃത്യതയോടെ ഇവർ വിലയിരുത്തി. MRS വാർത്തകൾ, ശുചീകരണ സേന, ഹരിതസേന എന്നിവയുടെ പ്രവർത്തനങ്ങൾ സംഘത്തിന്റെ പ്രത്യേക പരാമർശത്തിന് അർഹമായി. എടുത്തു പറയുന്നൊരു കേസാണ് ഇത്. കുറെ ലക്കങ്ങളുണ്ടായി കേട്ടോ. ഇപ്പൊ എല്ലാരും ഈ രംഗത്തേക്ക് വന്നപ്പോ നമ്മള് എൻ്റെ പേര് ബിനു ജേക്കബ് നൈന എന്നാണ്. ഞാൻ പത്തനംതിട്ട ജില്ലയിലെ കോഴഞ്ചേരി സബ് ജില്ലയിലെ CMS UP സ്കൂളിൻ്റെ ഹെഡ്മാസ്റ്റർ. പ്രവർത്തനങ്ങൾ വളരെ നല്ല മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഞങ്ങളിവിടെ കാണാനായിട്ട് കഴിഞ്ഞത്. മറ്റ് സ്കൂളുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നടക്കുന്നതായിട്ട് അറിയാനായിട്ട് സാധിച്ചു. അപ്പം നമ്മുടെ എല്ലാം 2 ജില്ല ആയതുകൊണ്ട് തന്നെ നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം ഒരുപാട് വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം ഞങ്ങൾ വന്നതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം തന്നെ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ അവിടെയൊന്ന് മനസ്സിലാക്കി അവിടെ ചെയ്യുന്നതിനും അവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാതൃകാപരമായിട്ടുള്ളതുണ്ടെങ്കിൽ ഇവിടേക്ക് പകർത്തുകയോ അതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനുള്ള സാധ്യതകളെ കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ പേര് ശ്രീകാന്തി. പത്തനംതിട്ട ജില്ലയിലെ പുല്ലാട് ഗവൺമെൻറ് ഇവിടെ വന്നതിന് ശേഷം കണ്ട കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഞങ്ങളുടെ ജില്ലയിൽ നടക്കുന്നതുമായി ബന്ധപ്പെട്ട് അതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് ഇവിടെ ശുചിത്വ സേനയുടെ വളരെ മെച്ചപ്പെട്ട ഒരു പ്രവർത്തനമാണ് കാണാൻ കഴിയുന്നത്. ഇത് ഞങ്ങളുടെ ജില്ലയിലേക്കും പകർത്താൻ പറ്റുന്ന മാതൃകാപരമായ ഒരു പ്രവർത്തനമാണ് നിങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് കിട്ടുന്നത്. ഇപ്പോൾ ഇവിടെ ഇനിയും തുടങ്ങിയതാണ്, 2 വർഷമേ ആയിട്ടുള്ളൂ. ഇത് തുടർന്ന് വളരെ മെച്ചപ്പെട്ട രീതിയിലേക്ക് പോകാൻ കഴിയും. അത് നല്ലൊരു ടീം വർക്കുണ്ട്. അപ്പോൾ അത് ഉപയോഗിച്ചുകൊണ്ട് തന്നെ മെച്ചപ്പെട്ട രീതിയിലേക്ക് ഇത് പോകാൻ കഴിയും. എൻ്റെ പേര് വിജയാനന്ദ. ഞാൻ പത്തനംതിട്ട ജില്ലയിലെ പുല്ലാട് ഉപജില്ലയിലെ ഗവൺമെൻറ് UPS വള്ളംകുളത്തിലെ പ്രതിനിധിയാണ്. വന്നപ്പോൾ നമുക്കറിയാം കാസർഗോഡ് ജില്ല എന്ന് പറഞ്ഞാൽ SSAയുമായിട്ട് ബന്ധപ്പെടുത്തിയുള്ള പല പ്രവർത്തനങ്ങളും മുമ്പന്തി നിൽക്കുന്ന ഒരു ജില്ല. പ്രത്യേകിച്ച് സംസ്ഥാനത്ത് കാസർഗോഡ് ജില്ലയുടെ ചില ഡോക്യുമെൻറ്റേഷൻ എടുത്തുകൊണ്ട് തന്നെ SSAയിലെ അധികാരികൾ സംസാരിക്കാറുണ്ട്. അപ്പോൾ പലപ്പോഴും ഇതൊക്കെ സത്യമാണോ എന്ന് അറിയാനുള്ളൊരു സാഹചര്യം അത് അറിയണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഈ ഡോക്യുമെൻറ്റേഷൻ ഒരു വ്യാജമല്ല എന്നുള്ളത് വസ്തുത തിരിച്ചറിയാൻ കഴിഞ്ഞു. അത് മാത്രമല്ല, ഇവിടെ ഈ MRS തന്നെ അതിൻ്റെ ഒരു പ്രവർത്തനം വളരെ വിപുലമായ രീതിയിലാണ് കാര്യങ്ങൾ നടക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഹരിത ക്ലബ്ബുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആ ഔഷധത്തോട്ട നിർമ്മാണം. അത് വളരെ മെച്ചപ്പെട്ട രീതിയിൽ നല്ല രീതിയിൽ തന്നെ ഓരോ സ്പേസ് എടുത്തുകൊണ്ട് തന്നെ ഓരോ ചെടികൾ നടാനായിട്ടും അല്ലെങ്കിൽ ഔഷധ സസ്യങ്ങൾ നടാനായിട്ടും ആ നടുന്ന ചെടികളെ പരിപാലിക്കുന്നതിനും വേണ്ടി ഹരിത ക്ലബ്ബ് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ശുചിത്വവുമായി ബന്ധപ്പെട്ടുള്ള ആ പ്രവർത്തനങ്ങളിലൊക്കെ തന്നെ പ്രത്യേകിച്ച് അത് കഴിഞ്ഞാൽ പിന്നെ അക്കാദമിക രംഗങ്ങളിലുള്ള കുട്ടികളുടെ ആ പതിപ്പുകൾ തന്നെ വളരെയധികം ജീവിക്കുന്ന ഒരു സാക്ഷിയായിട്ട് തന്നെ ആ പതിപ്പുകളും മാറുന്ന അക്കാദമിക് ലെവലിൽ നിന്നും മെച്ചപ്പെട്ടവരാണ്
എന്നുള്ളൊരു വിശ്വാസവും ഉണ്ടാക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ്. എന്നെ സംബന്ധിച്ച് ഞാൻ ഇവിടുത്തെ പുതുക്കക്കാരനല്ല. സ്ഥിരമായിട്ട് ഇവിടെ വരുന്ന ഒരാളെന്നുള്ള നിലക്ക് ഇവിടുത്തെ നേട്ടങ്ങൾ കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ, മുൻകാല അനുഭവങ്ങൾ കണ്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവരെ ഈ സ്കൂൾ കൂടി കാണാൻ വേണ്ടി ഞാൻ ക്ഷണിച്ചത്. എന്തായാലും അത് മോശമല്ല എന്ന് ഇവരുടെ സംഭാഷണത്തിൽ മനസ്സിലായി. എന്തായാലും ആ കാര്യത്തിൽ എനിക്ക് പ്രത്യേകിച്ച് ഈ വന്ന ടീമിനോടും നന്ദിയുണ്ട്. സ്കൂളിലെ അധ്യാപകരായാലും കുട്ടികളായാലും നല്ല രൂപത്തിൽ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനും കഴിഞ്ഞു. അവർക്ക് നല്ലൊരു അനുഭവമായിട്ട് മാറും എന്നാണ് എന്റെയും പ്രതീക്ഷ. ഉദ്ഘാടനം കഴിഞ്ഞ് 2 വർഷം പൂർത്തിയായപ്പോഴേക്കും MRSലെ ടൈൽസ് ഇളകി തുടങ്ങി. സ്മാർട്ട് ക്ലാസ് റൂമിന് പുറത്ത് വരാന്തയിൽ പാകിയിരുന്ന ടൈൽസ് പൂർണ്ണമായും ഇളകിപ്പോയിരിക്കുകയാണ്. പ്രവർത്തനം തുടങ്ങി 1 വർഷത്തിനിടയിൽ തന്നെ ഹയർ സെക്കൻഡറി കെട്ടിടത്തിലെ IT റൂമിലെ ടൈലുകളും ഇതുപോലെ ഇളകി തുടങ്ങിയിരുന്നു. നിർമ്മാണത്തിലെ അപാകത മൂലം ഹോസ്റ്റലിലെ ജനാലയിളകി താഴെ വീണ സംഭവവും നേരത്തെ ഉണ്ടായിട്ടുണ്ട്. അടുത്തയാഴ്ച നടക്കുന്ന സബ് ജില്ലാ യുവജനോത്സവത്തിന് MRSലെ വിദ്യാർത്ഥിനികൾ ആവേശത്തോടെ തയ്യാറെടുപ്പ് നടത്തുന്നു. 22-ന് ബേത്തൂർപ്പാറയിൽ തുടക്കം കുറിക്കുന്ന സബ് ജില്ലാതല കലോത്സവത്തിന് വേണ്ടി അരയും തലയും മുറുക്കിയുള്ള ഒരുക്കത്തിലാണ് കുട്ടികൾ. റെജിസാറിന്റെ നേതൃത്വത്തിൽ ഡാൻസ് ഗ്രൂപ്പും മേരിക്കുട്ടി ടീച്ചറുടെ നേതൃത്വത്തിൽ മ്യൂസിക് ഗ്രൂപ്പും സജീവമായി പരിശീലനത്തിലാണ്. സ്റ്റേജ് മത്സരങ്ങൾക്ക് കൂടുതൽ പണച്ചിലവാകുന്നത് കൊണ്ട് സ്റ്റേജ് ഇതര മത്സരങ്ങളിലാണ് കൂടുതൽ കുട്ടികൾ പങ്കെടുക്കുന്നത്. സബ് ജില്ലാതല പ്രവൃത്തി പരിചയമേളയ്ക്ക് MRSലെ വിദ്യാർത്ഥിനികൾ സജ്ജരാകുന്നു. ഹൈസ്കൂളിലെയും ഹയർ സെക്കൻഡറിയിലെയും 20 പേർ വീതം സബ് ജില്ലാ മത്സരങ്ങളിൽ പങ്കെടുക്കും. ശാസ്ത്ര, സാമൂഹ്യശാസ്ത്ര, ഗണിതശാസ്ത്ര, IT മേളയിലും വിദ്യാർത്ഥിനികൾ മാറ്റിവെക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ചെമ്മനാട് ജമാഅത്ത് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഡിസംബർ ആദ്യവാരമാണ് മേള. MRSലെ പടക്കുതിരകൾക്ക് സ്പൈക്കും ജേഴ്സിയും ലഭിച്ചു. PT അധ്യാപകൻ ഷുക്കൂർ സാറിന്റെ ശ്രമഫലമായാണ് വിദ്യാർത്ഥിനികൾക്ക് സ്പൈക്കും ജേഴ്സിയും ലഭിച്ചിരിക്കുന്നത്. കഴിഞ്ഞ വർഷം വരെ വിദ്യാർത്ഥിനികൾ ജേഴ്സിയും സ്പൈക്കും ഇല്ലാതെയാണ് ഗ്രൗണ്ടിൽ ഇറങ്ങിയത്. ഇതൊന്നുമില്ലാതെ വിജയം തങ്ങൾക്കരികിലാണെന്ന് തെളിയിച്ചവരാണ് MRSലെ വിദ്യാർത്ഥിനികൾ. സ്പൈക്കും ജേഴ്സിയും ലഭിച്ചതോടുകൂടി വിജയം തങ്ങൾക്ക് തന്നെയെന്ന് MRSലെ കായിക താരങ്ങൾ ഉറപ്പിച്ചു പറയുന്നു.
പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. MRS മികവുകൾ വിലയിരുത്താൻ പത്തനംതിട്ടയിൽ നിന്നും SSA സംഘം. മികവുകൾ തങ്ങളുടെ സ്കൂളുകളിൽ നടപ്പാക്കുമെന്നും മറ്റു സ്കൂളുമായി പങ്കുവയ്ക്കുമെന്നും സംഘം. ഉദ്ഘാടനം കഴിഞ്ഞ് 2 വർഷം കഴിയുമ്പോഴേക്കും MRSൽ ടൈൽസുകൾ ഇളകി തുടങ്ങി. നിർമ്മാണത്തിലെ അപാകതയെന്ന് കുട്ടികൾ. സർജിക്കൽ